ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ 45ാമത് ജില്ലാ സമ്മേളനം 5-ാം തീയതി ഞായറാഴ്ച കോഴിക്കോട് ഹോട്ടൽ ബുഡീസിൽ നടക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രധാന ഉദ്ദേശം ജനങ്ങളിലേക്ക് ആയുർവേദത്തിന്റെ പ്രാധാന്യം എത്തിക്കുക എന്നതും പൊതുജനാരോഗ്യവുമാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഈയിടെയായിട്ട് ആയുർവേദത്തിനെതിരെ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ ഇത് കിഡ്നി, ലിവർ ഇങ്ങനെയുള്ള അവയവങ്ങളെയൊക്കെ ബാധിക്കുന്നു, മരണപ്പെട്ടിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ദുഷ്പ്രചരണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ കേരളത്തിലെ ഏകദേശം 5 മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ ഇതിനെ പറ്റിയൊരു അന്വേഷണം നടത്തിയതിൽ നമുക്ക് വിവരാവകാശം വെച്ചിട്ട് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ വിവരാവകാശം അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവിടെ അങ്ങനെയുള്ള ആയുർവേദ മരുന്നുകളോ അലോപ്പതി മരുന്നുകളോ ഉപയോഗിച്ചിട്ട് കിഡ്നി രോഗങ്ങൾ ബാധിച്ചവരോ അതോടനുബന്ധിച്ച് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ അതിനുള്ള മറുപടി നൽകിയിരിക്കുന്നത്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോടിന്റെ 45ാമത് ജില്ലാ സമ്മേളനം മെയ് 5 ഞായറാഴ്ച ഹോട്ടൽ വുഡീസിൽ വെച്ച് നടത്തും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സാഹിത്യകാരൻ UK കുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആയുർവേദ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാംദാസ് വൈദ്യർ മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഡോക്ടർ പുഷ്പവല്ലിയും മികച്ച യുവ സംരംഭകർക്കുള്ള സാകല്യ യങ് എന്റർപ്രണർ അവാർഡ് ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ വിനു കൃഷ്ണനും ഡോക്ടർ വിദ്യാലക്ഷ്മിയും ഏറ്റുവാങ്ങുമെന്നും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.